വാർത്തകൾ തുടരുന്നു. ഛത്തീസ്ഗഡ് ഗരിയാബന്ദിൽ 10 മാവോയിസ്റ്റുകളെ വധിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗം മനോജ് ഉൾപ്പെടെയുള്ള നേതാക്കളെയാണ് വധിച്ചത്. തലയ്ക്ക് 1 കോടി വിലയിട്ട നേതാവായിരുന്നു മോദം ബാലകൃഷ്ണൻ എന്ന മനോജ്. STF, കോബ്ര എന്നിവയുടെ നേതൃത്വത്തിലാണ് ഏറ്റുമുട്ടൽ നടന്നത്. തൗഫീഖ് അസ്ലം വിശദാംശങ്ങൾ നൽകും. തൗഫീഖ്, എന്താണ് സംഭവിച്ചത്? അസഫുദ്ദീൻ, ഛത്തീസ്ഗഡിലെ ഗരിയാബന്ദിലെ മൊയ്യൻപൂർ വനമേഖലയിലാണ് ഇന്ന് ഏറ്റുമുട്ടലുണ്ടായത്. വൈകുന്നേരം മുതൽ ഏറ്റുമുട്ടലുണ്ടായെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരമായി. ഏറ്റുമുട്ടലാണ് 10 മാവോയിസ്റ്റുകളെ ഇപ്പോൾ വധിച്ചതായിട്ട് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. CPI മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റി അംഗം മനോജ് ഉൾപ്പെടെ ഉള്ള 10 പേരെയാണ് വധിച്ചിരിക്കുന്നത്. ചില മുതിർന്ന നേതാക്കൾ കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. അതിന്റെ പൂർണ്ണ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ പുറത്തു വരികയും ചെയ്യും. E13, STF, അതോടൊപ്പം തന്നെ കോബ്ര എന്നിവരുടെ ഒരു സംയുക്ത ഓപ്പറേഷനായിരുന്നു മൊയ്ൻപൂരിലെ വനമേഖലയിൽ ഉണ്ടായത്. മാവോയിസ്റ്റുകൾ ഈ പ്രദേശത്ത് സജീവമാണ് എന്ന് ലഭിച്ചതിന്റെ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ മുതൽ പ്രദേശത്ത് തെരച്ചിൽ ആരംഭിച്ചിരുന്നു. അതിനിടയിലാണ് വൈകുന്നേരം വലിയൊരു ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും 10 മാവോയിസ്റ്റുകളെ വധിച്ചതായിട്ട് ഇപ്പോൾ അറിയിച്ചിരിക്കുകയും ചെയ്യുന്നത്. തലക്ക് 1 കോടി രൂപ വിലയിട്ടിരുന്ന നേതാവാണ് മോദം ബാലകൃഷ്ണൻ എന്ന മനോജിനെ ഉൾപ്പെടെ വധിക്കാനായത് വലിയ നേട്ടമായിട്ടാണ് ഇപ്പോൾ പോലീസും അതോടൊപ്പം തന്നെ ഈ SFTയും കോബ്രയെല്ലാം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പ്രദേശത്ത് ഇപ്പോഴും തെരച്ചിൽ തുടരുന്നതായിട്ടാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഈ പ്രദേശം കൂടുതൽ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യമുള്ള പ്രദേശമാണ്. അതുകൊണ്ട് ഇവിടങ്ങളിൽ അസാധാരണ നിലയിൽ എന്നും പരിശോധന നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇന്ന് പ്രത്യേകമായി ലഭിച്ച ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മൊയ്ൻപൂർ വനമേഖലയിൽ പരിശോധന നടത്തുകയും ഇത്തരം ഒരു ഏറ്റുമുട്ടൽ ആ സമയം അവിടെ ഉണ്ടാവുകയും ചെയ്തത്. ശരി തൗഫീഖ്.